ഈ നക്ഷത്ര ജാതകർക്ക് കേസരി യോഗം. ജാതകത്തിലെ ഫലപ്രകാരം ഇവർക്ക് കേസരി യോഗം പറയുന്നുണ്ട്. ജാതകത്തിൽ ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കേസരി യോഗത്തിന് യോഗമുണ്ടാകുന്നു. ഈ സമയത്ത് സകല പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ ഈ സമയത്ത് പൂർത്തീകരിക്കാൻ സാധ്യമാകും. അത് ജോലിയുടെ കാര്യമാകാം, വിവാഹത്തിൻ്റെ കാര്യമാകാം, വിദേശവാസമാകാം, എന്തുമാകാം. അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇത്. ഇന്ന് വിഷുവാണ്. വിഷുവോടുകൂടി കേസരി യോഗത്താൽ സകല ദുരിത ദുഃഖങ്ങളും മാറി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേർന്ന് രാജയോഗത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് പ്രത്യേക പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളെയും ഈ പൂജയിൽ പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കേസരി യോഗം മാത്രമല്ല, ഗൗരി യോഗം, വാസി യോഗം, സരസ്വതി യോഗം, രാജയോഗം, ധനിക യോഗം, ഭാഗ്യയോഗം ഇവയൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും. സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ കേസരി യോഗമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു തടസ്സവുമില്ലാതെ നടന്നു കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. കേസരി യോഗം എന്നാൽ ആനകളെ എങ്ങനെയാണോ സിംഹം കൊന്നൊടുക്കുന്നത് അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നശിപ്പിക്കാൻ കഴിയും. അതായത് കേസരി യോഗം ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാൻ കഴിയും എന്നതാണ്. യോഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഉന്നതിയിലെത്തില്ല. അത് നൽകുന്ന കാലാനുകൂല്യം ഫലവത്താക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തണം. അങ്ങനെ ഇന്ന് വിഷു മുതൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേർന്ന് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അത് മേടൻ രാശിക്കാർ തന്നെയാണ്. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും കാലമാണ്. ഇന്നേക്ക് 30 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന സമയം. കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം. പരിഹാരമായി ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ ദർശനം നടത്തി എണ്ണ, മാല, പായസം ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. സകല ദുഃഖ ദുരിതങ്ങളും മാറും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുകയാണ്. ഇനി ഇവർക്ക് അഭിവൃദ്ധിയാണ്. ഇനി ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും. ജോലിസ്ഥലത്ത് നേട്ടങ്ങൾ, ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു. ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. പ്രാർത്ഥന വേണം. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുഴുക്കാപ്പ്, പഞ്ചാമൃതം ഇവ നടത്തി പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇനി വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ എന്ന് നമുക്ക് ഇതിനെ വിധി എഴുതാം.
കൂടുതൽ ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. പണം ധാരാളം വന്നു ചേരും. അല്ലലും അലച്ചിലും ഒക്കെ മാറിക്കിട്ടും. ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർതം. ഈ നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറുവാൻ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിയെ പൂജിക്കുക. ആഞ്ജനേയന് വടമാല നിവേദ്യം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും. കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ കരുതിയ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. വിദേശവാസത്തിനും വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുന്നു. പ്രാർത്ഥന വേണം. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഭാഗ്യമാണ്, നേട്ടമാണ്, രാജയോഗമാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അഭിവൃദ്ധി മാത്രമാണ്. ഈ വിഷു നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നേട്ടങ്ങൾ തന്നെയായിരിക്കും. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറിലെ മഖവും പൂരവും ഉത്രവുമാണ്. ഗണപതി ക്ഷേത്രം, ശിവക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ചിങ്ങക്കൂറിലെ മഖവും പൂരവും ഉത്രവും ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നിങ്ങളുടെ ജന്മനക്ഷത്രം കൂടി കുറിച്ചേക്കുക. തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. തീർച്ചയായും മറുപടി തരും. മഖത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. കഷ്ടതകളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. അടുത്ത നക്ഷത്ര ജാതകർ ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഒരു നല്ല കാലം തെളിയുന്നു. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു. ഇവർക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു. ഇവരുടെ ദുരിതത്തിനും ദുഃഖത്തിനുമൊക്കെ ശമനം വരുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. സന്തോഷവും സമാധാനവും ഇവരുടെ വീടുകളിൽ ഇനി വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. മൂലവും പുരാടവും ഉത്രാടവും ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഭഗവാൻ വിഷ്ണുദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും. നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ മന്ത്ര അർച്ചന, കൂവളമാല ഇവ നടത്തി പ്രാർത്ഥന നടത്തുക. ഇനി ഭാഗ്യമാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിയിരിക്കുന്നു. അടുത്തത് മീനക്കൂറിലെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകരാണ്. ദോഷശാന്തിക്കായി നവഗ്രഹ പൂജ, ശിവക്ഷേത്ര ദർശനം, ദുർഗാദേവി ക്ഷേത്ര ദർശനം ഇവ നടത്തി എണ്ണ, മാല, പായസം, അർച്ചന ഇവ നടത്തുക. ശിവനെ ഭജിക്കുക. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതി നക്ഷത്ര ജാതകരും ഓം നമ ശിവായ എന്നൊന്നു കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ശിവനെ ഭജിക്കുക. ജ്യോതിഷ സംബന്ധമായ പരിഹാരത്തിനായി, ദോഷപരിഹാരത്തിനായി വാട്സാപ്പിൽ ബന്ധപ്പെടുക. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.